എൻ്റെ എല്ലാ ബ്രാൻഡഡ് കണ്ടന്റും എഡിറ്റ് ചെയ്യുന്നത് പ്രൊഫഷണൽ എഡിറ്റർ മിറിയാണ്. പിന്നെ മിറി മൾട്ടി ടാസ്കിങ് ആണ്. മിലിയോനെ നോക്കുന്നുണ്ട്, വീഡിയോസ് എഡിറ്റ് ചെയ്യും, വീഡിയോ ചെയ്യും, അതിന്റെ കൂടെ നമ്മള് വേറൊരു കഥാ സംവിധാന സംഭാഷണം പിന്നെ അവളുടെ കണ്ടന്റ് അവള് ചെയ്യും. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു വൈഫാണ്. പക്ഷെ എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് ചോദിച്ചാൽ എനിക്ക് മിറിയുള്ളൂ. സീരിയസ് കാരണം എനിക്ക് തോന്നുന്നു മിറിനോട് ഷെയർ ചെയ്യാത്ത കാര്യങ്ങള് ഒന്നും ഉണ്ടാവില്ല ചിലപ്പം. എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം മാത്രം നമുക്ക് റിവീൽ ചെയ്യാം. മറന്നുപോയ കാര്യങ്ങളായിരിക്കും, അല്ലാതെ ഒന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ? അറേഞ്ച് ആണ്. അപ്പം ആ ഒരു മൊമെന്റ് ദിസ് ഇസ് ഇറ്റ് ആ ഒരു മൊമെന്റ് എപ്പോഴാണ് ഫീൽ ചെയ്തത്? അയ്യോ, ഒരു വർഷം എടുത്തു ഇങ്ങനെ പെണ്ണ് കാണലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അറേഞ്ച്ഡ് ആയിരുന്നല്ലോ. പെണ്ണ് കാണൽ ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. മിറി ബാംഗ്ലൂരാണ്, ഞാനും ബാംഗ്ലൂരാണ്. മിറിന്റെ വീട് എന്റെ വീടും ജസ്റ്റ് 10 minutes വാക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളൂ. പക്ഷെ നമുക്ക് രണ്ടുപേർക്കും അറിയില്ല. ഇവൻ ഫാമിലി ടു ഫാമിലിയും അറിയില്ല. വീട്ടുപേരൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയായിരിക്കും. അപ്പം ഞാനിങ്ങനെ എൻ്റെ അമ്മക്കും അച്ഛനും പേടിയിരുന്നു ഞാൻ ഏതെങ്കിലും നോർത്ത് ഇന്ത്യനോ പഞ്ചാബിനോ ബംഗാളിനെയോ ഒഡിയക്കാരി ആരെങ്കിലും കല്യാണം കഴിക്കാൻ. എന്റെ കൂടെ എപ്പോഴും ഏതെങ്കിലും പെൺകുട്ടികൾ ഉണ്ടാവും, എന്റെ ഫോട്ടോസിലായാലും. ചേച്ചിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല, കേട്ടിരിക്കുകയാണ്. മിറിക്ക് കല്യാണം കഴിച്ചപ്പോ എന്റെ ഒറ്റ ഫ്രണ്ട്സിന് ഇഷ്ടമല്ലായിരുന്നു. കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അമിതാണ് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അതില് 3 ഗേൾസ് അല്ലേ, ഹെലൻ, സിന്ധു ആൻഡ് ജ്യോതി. അപ്പൊ ഇവരൊക്കെ നോർത്ത് ഇന്ത്യൻസാ. അപ്പൊ അവര് ഹിന്ദിയിൽ സംസാരിക്കുള്ളൂ. അപ്പൊ എനിക്ക് ഹിന്ദി അത്ര വശമില്ല സമയം. അന്ന് മുതലാണ് ഹിന്ദി സീരിയൽ കാണാൻ തുടങ്ങിയത്, ഹിന്ദി പഠിക്കും. ഇവരെന്താ പറയുന്നത് എനിക്ക് മനസ്സിലായി. അപ്പൊ ഇവര് ഫുള്ള് മിഥുൻ ക്യാ ബോൾ റായ് ദേഷ്യം വരും. മിറി ഇങ്ങനെയായിരിക്കും നമ്മളെ കൂടെ പുറത്തു വരും കേട്ടോ. ഞാനും എന്റെ ഫ്രണ്ട്സൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ഇരിക്കാം. മിറി ഇങ്ങനെ എടുത്തിട്ടുണ്ടോ ആ നാഗവല്ലിന്റെ ആ ലുക്ക് ഉണ്ടല്ലോ, ആ പുരുക ഇങ്ങനെ വന്നിട്ട്. അപ്പൊ ഞാൻ ഫസ്റ്റ് ഒരു 4 months ഒക്കെ എന്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ഞാൻ പറയും, എന്റെ ലൈഫ് കോഞ്ഞാട്ടി ആയി തോന്നി, ഇയാൾ എന്നെ ചതിക്കും തോന്നുന്നു. പക്ഷെ എനിക്ക് മനസ്സിലായി. കാരണം നമ്മുടെ ആദ്യത്തെ ന്യൂ ഇയർ ഉണ്ടല്ലോ, ഫസ്റ്റ് കല്യാണം നവംബറിൽ കല്യാണം കഴിഞ്ഞു, ഡിസംബറിൽ ന്യൂ ഇയർ. അപ്പൊ മിറി ഇതുവരെ പബ്ബ് പോയിട്ടില്ല, ബാംഗ്ലൂർ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാനൊക്കെ എനിക്ക് സർപ്രൈസ് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ കാര്യങ്ങളെ. അപ്പൊ ഞാൻ ഇവിടെ കൊണ്ടുപോയിട്ട് ലീല പാലസിൽ ബാംഗ്ലൂരിൽ പാർട്ടിക്കൊക്കെ കൊണ്ടുപോയി. അവിടുന്ന് ഡാൻസ് കളിക്കാൻ വിളിച്ചിട്ട് എന്നെ കംഫർട്ടബിൾ ആക്കണ്ടേ ഫസ്റ്റ്. മിത്തോടെ ഡാൻസ് ഫ്ലോർ കണ്ടു കഴിഞ്ഞാൽ തവളനെ പോലെ തുള്ളി തുള്ളി പിന്നെ കൂടെ ജ്യോതിയും സിന്ധു ഒക്കെ യെസ്, ജ്യോതി സിന്ധു എല്ലാരും ഉണ്ട്. അപ്പൊ ജ്യോതിന്റെ ഹസ്ബൻഡ് മലയാളി, രഞ്ജിത്തായിട്ട് ബ്രദറിനെ പോലെ നമുക്ക്. അപ്പൊ രഞ്ജിത്തായിട്ട് എന്റെ കൂടെ നിൽക്കുന്നുണ്ട്. ഇവർ ഓൾറെഡി ക്ലാഷ് ആയി നിൽക്കാം ഈ കപ്പിൾസ്. അപ്പൊ ഞാൻ ഇവര് ഓടിപ്പോയി എനിക്ക് കാണുന്നില്ല ഇവര്, ഭയങ്കര റഷ്യാണ് അവിടെ. അപ്പൊ ആരോ ഒരാൾ എന്നെ തോണ്ടിട്ട് പോയി. അത് പറയത്തില്ല.